ആസിഫ്, എന്താണ് PM ശ്രീയിൽ സംഭവിക്കുന്നത്? തീർച്ചയായും PM ശ്രീയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷ. കാരണം CPI ഇപ്പോഴും അനുനയിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. CPI ആണെങ്കിൽ അവർ എന്താണോ നേരത്തെ എടുത്ത നിലപാട് അതിൽ ഉറച്ചു നിൽക്കും. അതായത് ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി എന്താണ് അവരുടെ ആവശ്യം? ഒപ്പിട്ട് കഴിഞ്ഞു, പക്ഷെ ഒപ്പിട്ടതായിക്കോട്ടെ, ഞങ്ങൾ അറിയിക്കാതെ ഒപ്പിട്ടൊരു സംഗതിയല്ലേ, അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. യെസ്, അപ്പോൾ ആ തീരുമാനം പിൻവലിക്കാതെയുള്ള ഒരു ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്ന് CPI വ്യക്തമാക്കുന്നു. ഇതോടെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇനി നിർണായകമാകുക. യെസ്, ഒമാനിലായിരുന്നു, വിദേശ പര്യടനത്തിലായിരുന്നു മുഖ്യമന്ത്രി. ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ മടങ്ങിയെത്തുന്നതോടെ പുതിയ തരത്തിലുള്ള ചർച്ചകൾക്ക് അനുനയ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും വിശദാംശങ്ങൾ നോക്കാം. സഫാൻ VP തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ CPI അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അനുനയ നീക്കങ്ങൾ മന്ത്രി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിലൊക്കെ ഇന്നലെ നടന്നെങ്കിലും അതങ്ങനെ മുഴുവനായും ഫലം കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കോട്ടിലാണ് പന്തിരിക്കുന്നത്. CPI എങ്ങനെ അനുനയിപ്പിക്കാമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ ഈ ധാരണയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് ഉടനെ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ഒത്തുതീർപ്പുകൾക്ക് CPI വഴങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നതിന്. മുഖ്യമന്ത്രി വരട്ടെ എന്ന നിലപാട് തന്നെയാണ്. മുഖ്യമന്ത്രി വന്നാൽ ചർച്ചകൾ ഏത് രീതിയിൽ നടക്കുമെന്നാണ് സഫാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിൽസി, ഗുഡ് മോർണിംഗ്. ഈ CPI അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ വിമർശന ശകരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതെന്ത് സർക്കാരാണ്, എന്ത് മുന്നണിയാണ് എന്നടക്കമുള്ള വലിയ വിമർശനം ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തിരുവനന്തപുരത്തും വൈകുന്നേരം ഡൽഹിയിലും ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. MN സ്മാരകത്തിലെത്തി മന്ത്രി V ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹം ബിനോയ് വിശ്വത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിലടക്കം പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതൊരു അനുനയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും CPI വഴങ്ങിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് അതിനുശേഷവും ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇന്നലെ D രാജയും MA ബേബിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിലും കൃത്യമായുള്ള അനുനയ നീക്കങ്ങൾ നടന്നിട്ടില്ല. ഈ ധാരണാപത്രത്തിൽ നിന്ന് ഒപ്പുവെക്കുന്നത് പിൻവലിക്കണം എന്നതാണ് CPIയുടെ നിലപാട്. മുന്നണിയെ അറിയിക്കാതെ, മന്ത്രിസഭയെ അറിയിക്കാതെ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ CPIക്ക് കടുത്ത അതൃപ്തി തുടരുകയാണ്. അതിനിടയിലാണ് ഒമാനിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മടങ്ങിയെത്തുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് പറയും, എന്ത് നിലപാടെടുക്കും എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത്. കൊച്ചിയിലേക്കാണ് മുഖ്യമന്ത്രി വരിക. 27-നാണ് CPI എക്സിക്യൂട്ടീവ് ഉള്ളത്. ഈ CPI എക്സിക്യൂട്ടീവിലായിരിക്കും തങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് CPI അറിയിക്കുന്നത്. അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI നേതാക്കളെ കാണാനും അനുനയ ചർച്ചകൾ നടത്താനും സാധ്യതയുണ്ട്. ഈ PMC ധാരണാപത്രത്തിൽ എങ്ങനെയാണ് ഒപ്പുവെക്കേണ്ടി വന്നത്, അതിനുള്ള സാഹചര്യം ഒരുപക്ഷെ ഒരു ചർച്ചയിലൂടെ CPI നേതൃത്വത്തെ ഓർമ്മിപ്പിക്കാനായിരിക്കും മുഖ്യമന്ത്രി ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് വാർത്താ സമ്മേളനം വിളിക്കാതെ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ പ്രതികരണം നടക്കില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ വലിയ തരത്തിൽ ഈ വിഷയം മാറുന്നുണ്ട്. UDF ആണെങ്കിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനപ്പുറത്തേക്ക് ഇതിലുണ്ടായൊരു ധൃതി, അതായത് 10-ാം തീയതി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു, 16-ാം തീയതി ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു. അതിനുശേഷവും മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു ചർച്ച പോലും നടത്തിയില്ല എന്നടക്കമുള്ള രാഷ്ട്രീയ വിമർശനത്തിലാണ് UDF നടക്കുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പിടുത്തതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിലുണ്ടായ ധൃതി എന്താണ്, ഇതിനുണ്ടായ രാഷ്ട്രീയ ചേതോവികാരം എന്താണെന്നടക്കമുള്ള കാര്യത്തിലാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ആ അർത്ഥത്തിലാണ് പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത്. മറുവശത്ത് BJPയും ഈ വിഷയത്തെ ഉപയോഗിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലടക്കം ഇനി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള K സുരേന്ദ്രനെ അടക്കമുള്ള പ്രസ്താവനകളും കഴിഞ്ഞ ദിവസം വന്നതായി നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടിലാണ്
മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ പ്രസ്താവനകൾക്ക് ശേഷവും പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വലിയ ചർച്ചയിലേക്ക് ഈ വിഷയം മാറുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി ഗൾഫ് ഒമാൻ പര്യടനത്തിന് ശേഷം കൊച്ചിയിലേക്ക് കേരളത്തിലേക്ക് തിരിച്ച് എത്തുന്നത്.